എന്റെ മേക്കാവിലമ്മേ, അയ്യോ ഞാൻ എന്തായി കാണുന്ന. ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയൊരു അഡ്ജസ്റ്റ്മെന്റ്. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ആസൂത്രിതമായ ഗൂഢായുസം വീണ ജോർജ് സ്ത്രീയായിട്ടും പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. മന്ത്രിയുടെ അടുത്ത് പോലും പോകുന്ന ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല. I pity you for the dirty game you have played in this case, that of a manipulator. ഫേസ്ബുക്കിൽ കവർ ചിത്രം മാറ്റി ചാണ്ടി ഉമ്മൻ MLA. ഉമ്മൻചാണ്ടി സഞ്ചരിച്ച കാറിന്റെ ചില്ല CPM പ്രവർത്തകർ തകർത്ത ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. Shall I remind you something? കൃത്യം 13 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവിന്റെ വണ്ടിയുടെ നേരെ ലാത്തി ഉൾപ്പെടെ വലിച്ചെറിയുകയും കല്ലെറിയുകയും അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച ആ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. അതൊന്നും ദൈവം പൊറുക്കേലടോ. ദൈവം പൊറുത്താലും ഈ കുഞ്ഞുവും പൊറുക്കേല. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ സാറേന്ന് വിളിക്കാൻ തോന്നും. അതെ, ഒരു ഹർത്താലിന് പോലും ഒരു സമരത്തിന് പോലും അദ്ദേഹം അന്ന് അനുവദിച്ചില്ല. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. ആ കല്ലെറിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് തൊലിക്കട്ടി ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ നാറാണക്കല്ലെടുക്കും. നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. നീഞ്ചന്റെ കറങ്ങി നടക്കുന്ന തെറിയാണ് എന്റെ നാവിൽ വരുന്നത്. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? വീണ ജോർജ് ഒരു സ്ത്രീയായിട്ടും പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. താങ്കൾക്ക് എത്ര ബസ്സുണ്ടെന്നാ പറഞ്ഞത്? 2. തന്തയോ? എത്ര അഭിനയിച്ചിട്ടും കാര്യമില്ല. ഓർക്കണം, ഓർത്താൽ ഇല്ല, ജനം നിങ്ങളെ തൂത്തെറിയും. ഈ വെറും ബേസ്. അങ്ങനെ പറ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.